ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യം, എനിക്ക് അവസരങ്ങൾ ഉണ്ടാക്കിത്തരാൻ കഴിയും, എന്നാൽ ഞാൻ വളരെ ഓപ്പണായിട്ട് പറയാമല്ലോ, എനിക്ക് അത്തരത്തിലുള്ള മറ്റ് ഇൻറ്റൻഷൻ ഒന്നുമില്ല, നേരിട്ട് പറയാമെന്നുള്ളത്. അതായത് അയാൾ സ്വയം വലിയൊരു കാര്യം ചെയ്യുന്നത് പോലെ പറയാണ്, എനിക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, മറ്റാർക്കും വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല, അത് ഞാൻ കൈകാര്യം ചെയ്തോളാം, ഞാൻ നോക്കിക്കോളാം. അപ്പോൾ അതുപോലെ തന്നെ ആൾ ഒരുപാട് ആക്ട്രസസിൻ്റെ ഫോട്ടോസ് എടുത്തിട്ട് ഇതൊക്കെ ഞാനുമായിട്ട് സഹകരിച്ച വ്യക്തികളാണെന്ന് പറഞ്ഞ് വളരെയധികം അഭിമാനം കൊള്ളുന്നൊരു ഇത് ഞാൻ കണ്ടു. ഞാൻ ഇപ്പം രണ്ട് വെബ് സീരീസിലാണ് ഞാൻ അഭിനയിച്ചിട്ടുള്ളത്. അപ്പം അതിൽ രണ്ടിലും ഞാനൊരു ജൂനിയർ കാസ്റ്റ് റോളിൽ തന്നെയാണ് പോയിട്ടുള്ളത്. ഒന്നിൽ ഫീച്ചർ കാസ്റ്റ് ആയിരുന്നു, ഒന്നിൽ ജൂനിയർ തന്നെയായിരുന്നു. നമ്മൾ ജൂനിയർ ആർട്ടിസ്റ്റുകൾ എന്ന് പറയുമ്പം സിനിമയിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു വിഭാഗം തന്നെയാണ്. കാരണം അവർക്ക് ഒരു എഗ്രിമെൻറ്റോ കോൺട്രാക്റ്റോ ഒന്നും തന്നെ ഇല്ലാതെ അവർ ഇതിലേക്ക് കടക്കുന്നുണ്ടാവാം. ഭൂരിഭാഗം ആളുകളും അങ്ങനെ തന്നെയാണ്. അപ്പം അതിൻ്റെ ഒരു കാരണം കൊണ്ട് തന്നെ കൃത്യമായൊരു വേതനം അവർക്ക് എത്തുന്നില്ല. ഞങ്ങളുടെ സെറ്റിൽ ഞങ്ങൾക്ക് 5000 രൂപയോളം ഒരു ദിവസം ഒരാൾക്ക് പേയ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് 1500 രൂപയാണ്. അപ്പം അത് ഒരു ദിവസത്തെ അല്ല, അതായത് 27-28 ദിവസം ഞാൻ നിന്നിട്ടുണ്ട്. എൻ്റെ കൂടെയുള്ളവർ 30-35 ദിവസമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരാളുടെ പൈസയും അല്ല, ഇതുപോലെ ഒരു 30ഓളം ആർട്ടിസ്റ്റുകളുടെ പൈസ. അപ്പോൾ ഇത്രയും ദിവസത്തെ പൈസ എന്ന് പറഞ്ഞാൽ അതൊരു ഹ്യൂജ് എമൗണ്ട് ആയി. അതിന് ചോദ്യം ചെയ്യുന്ന സമയത്താണല്ലോ ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ ചോദ്യം ചെയ്താൽ അടുത്ത പ്രാവശ്യം നിങ്ങളെ വിളിക്കില്ല. ഇപ്പം എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയാൻ തന്നെ ലാസ്റ്റത്തെ 2 സ്കെഡ്യൂളിൽ എന്നെ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം അതെന്തുകൊണ്ടെന്ന് പറയുമ്പോൾ ഞാൻ അതിനെതിരെ സംസാരിച്ചു എന്നുള്ളത് തന്നെ. നമ്മൾ ലക്ഷറി ഒന്നുമല്ല ചോദിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കാരവൻ വേണം, അങ്ങനത്തെ ആവശ്യങ്ങളല്ല ഉന്നയിക്കുന്നത്. നമ്മൾക്ക് ഇരിക്കാനുള്ള കസേര, അതുപോലെ തന്നെ നമുക്ക് നെസസറി ആയിട്ട് നമുക്ക് വളരെ ബേസിക് ആയിട്ട് ആവശ്യമുള്ള കൊട പോലെയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അത് ചോദിക്കേണ്ടി വരിക എന്നുള്ളതും ഒരു ഗതികേടാണ്. കാരണം നമ്മൾക്ക് ഒരു സെറ്റിൽ നമ്മൾ ഇത്രയും വെയിൽ കൊള്ളുന്നൊരവസ്ഥയിലോ, അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ ഇതവിടെ വേണ്ട ഒരു നെസസറി ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ബോധമില്ലാതിരിക്കുക. അതുപോലെ തന്നെ ഇത് ജൂനിയർ ആർട്ടിസ്റ്റുകളാണല്ലോ, അവർക്കത് ചെയ്താൽ മതി, അല്ലെങ്കിൽ അത്രേ ആവശ്യമുള്ളൂ. നമ്മളെടുത്ത് ഇടപഴകുന്ന രീതി, ഇപ്പോൾ ഞങ്ങൾ പലപ്പോഴും 1-2-3 പ്രാവശ്യം പറഞ്ഞു, ഈ രീതിയിൽ ഞങ്ങളെ സംസാരിക്കരുത്, ഞങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നത് വളരെ മോശമായ രീതിയിലാണ്, ഇത് നിങ്ങൾ ആവർത്തിക്കരുതെന്ന് പറയും. ഈ ആടിനെയും തെളിക്കുന്നത് പോലെ രാവിലെ 4 മണിക്ക് നമുക്ക് സ്കെഡ്യൂളുള്ളത്, അതായത് നമ്മളെ ഷൂട്ട് വരുന്നത് ഒരു ദിവസം വൈകുന്നേരമോ അല്ലെങ്കിൽ രാത്രിയിലോ ആണെങ്കിൽ പോലും രാവിലെ 6 മണിക്ക് മുമ്പേ നമ്മൾ 4 മണിക്ക് എണീക്കുകയും 4 മണിക്ക് എണീറ്റ് 6 മണിയാവുന്ന സമയത്ത് നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ടാവും. എല്ലാവരും എണീറ്റ് വരുന്ന ഒരു സമയമൊക്കെ ആവുന്നേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ, എല്ലാപ്പോഴും അങ്ങനെയല്ല, നമ്മൾ ഷൂട്ടിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ആ സമയത്ത് നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കുക. അതായത് ഒരാൾക്ക് ഭക്ഷണം വേണ്ട എങ്കിൽ കൂടെ അത് ഒരു ഭക്ഷണം കഴിക്കുന്ന സമയം അല്ല എന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഇനി ഭക്ഷണം കിട്ടില്ല. അടിമത്തം അത് അതിഭീകരമായൊരു അവസ്ഥ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ ടോയ്ലറ്റിൻ്റെ കാര്യങ്ങളിലൊക്കെ അങ്ങോട്ട് ചെന്ന് റിക്വസ്റ്റ് ചെയ്ത് ഈ ടോയ്ലറ്റ് പുരുഷന്മാരും സ്ത്രീകളും, അതായത് ഒരു പബ്ലിക് ഒരു ഈ ടോയ്ലറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിൽ തന്നെ എല്ലാവരും അത് ഉപയോഗിക്കുന്നു, ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഉപയോഗിക്കാനുള്ള സൗകര്യം ചെയ്താണ്. നമുക്ക് സേഫ് അല്ല. ഒരുപാട് ഷെഡുകൾ ഉള്ളിടത്തിൽ അതിൽ ഏതെങ്കിലും ഒരു ഷെഡിൽ നിന്ന് നമ്മൾ വസ്ത്രം മാറുമ്പോൾ നമുക്കുണ്ടാവുന്ന ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നത് വളരെ വലിയ ഇൻസെക്യൂരിറ്റിയാണ്. കാരണം നമുക്കത് ഇതുമായിട്ട് നിങ്ങൾ പൊരുത്തപ്പെടണം എന്ന് പറയുന്നിടത്താണ് എനിക്കതിൻ്റെ വലിയ പ്രശ്നം തോന്നുന്നത്. ഇങ്ങനത്തെ എന്താ പറയുക വലിയ ന്യായങ്ങൾ പറഞ്ഞിട്ട് പെർവേഷൻ കാണിക്കുന്ന ഒരു മോഡ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ഇവിടെ നിനക്കറിയാം, ഇങ്ങനെ പറയുന്നൊരു മോഡ് എന്ന് പറയുമ്പോൾ നിനക്ക് അറിയുന്നതല്ലേ ഇത് ഇവിടെ ഉണ്ട്, എല്ലാവിടെയും ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഇത് മൊത്തത്തിൽ ഇതിൻ്റെ സ്ട്രക്ചറിൽ ഈ വിഷയം ഉണ്ടെന്നുള്ളത് തന്നെയാണ് മനസ്സിലായത്. ആ തൊഴിലിടത്ത് സേഫ്റ്റി ഉണ്ടാവണമെന്നും ഇപ്പോൾ ഉള്ളൊരു അവസ്ഥ മാറണമെന്ന് തന്നെയാണ്.